അവിടെ തന്നെ. എന്നാലും നമുക്ക് എന്ത് കുറവുണ്ടായിട്ടായിരിക്കും ഇവർ നമ്മളെ പൂക്കളത്തിലധികം ഉപയോഗിക്കാത്തത്? നമുക്ക് മണമില്ല, അതാണ് ആകെയുള്ളൊരു കുറവ്. പക്ഷേ പൂക്കളം ഇടാൻ മണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാലും എല്ലാവരും നമ്മളെ അങ്ങ് ഒഴിവാക്കും. നമ്മളെ ഒഴിവാക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറിച്ച് അതിനകത്ത് കൊണ്ടിടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ പൂക്കള മത്സരം ഉണ്ടല്ലോ, അതിന് നമ്മളെ ഇടുവോ? ഇല്ല, അതിന് പറ്റോള് കാശ് കൊടുത്തു ലവന്മാരെയല്ലേ മേടിച്ചിടും. അത് ശരിയാ, ഇവന്മാർക്ക് ജമന്തിയും മല്ലിയും റോസയൊക്കെ മതിയല്ലോ. ഈ അവസരത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നതാ? നമുക്ക് നമ്മുടെ കൃഷിനോട് ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാലോ? ഒരു കാര്യമില്ല. ഓണത്തിന് പുള്ളിക്ക് വലിയ റോളൊന്നും ഇല്ലെന്നേ. ഇവന്മാരിത് ഇതങ്ങാണോ ചെയ്തത് കേട്ടോ, ഇപ്പൊ ഒന്ന് കളിയാക്കും. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കിടക്കുവോ? എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, ആളുകൾ ഒരുപാട് കാശൊക്കെ മുടക്കി എന്തിനീ റോസാപ്പൂ ഒക്കെ മേടിച്ച് ഈ കളത്തിലിടുന്ന. വല്ല ബൊക്കയ്ക്കകത്തൊക്കെ കുത്തി വെക്കുന്നത് ഭംഗിക്കും മണത്തിനൊക്കെയാണെന്ന് പറയാം. ഇത് എന്നാത്തിനാന്ന്? അതിലും വലിയൊരു കോമഡി ഉണ്ട്. ആ വാടാമല്ലി ഉണ്ടല്ലോ, അതിനെയൊക്കെ 3-4 മണിക്കൂർ നിർത്താലും ചെറിയൊരു കളത്തിലിടാനേ തികയത്തുള്ളൂ. നമ്മളെയൊക്കെ 1-2 വെച്ചാൽ മതി, ഒരു കളം തന്നെ നിറയും. എന്നാലും എല്ലാവർക്കും അവനെ മതി. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, എന്നെ ഒരു ബോർഡറിലൊക്കെ വെക്കാൻ ഉപയോഗിക്കും കേട്ടോ. വലിയ കാര്യമായിപ്പോയി. നീ എന്താ ഇവിടെ? ഹാപ്പി വിഷു. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇവിടെ എല്ലാ ദിവസവും പോത്ത് നിന്നിട്ടും ഓണത്തിന് പോലും ഒരുത്തരും നമ്മളെ വേണ്ട. അപ്പോഴാണ് വ്യാഴം ഏതാ ജൂൺ ഏതാന്ന് അറിയാത്തെടുത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാവോ? പണ്ടൊക്കെ പൂക്കളത്തിൽ ഞാനില്ലെങ്കിൽ അതൊരു പൂക്കളവേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. പോട്ടെ, സാരമില്ല. നിന്നേക്കാ ഗതികെട്ട ഒരുത്തന്നെ ഇവിടെ ഉണ്ട്. അവനെ കാണുമ്പോഴാ ചിരിക്കണോ കരയണോ എന്നാലോചിക്കുന്നത്. ഞാൻ വിഷമല്ല, ഞാൻ വിഷമല്ല, ഞാൻ വിഷമല്ല, ഞാൻ വിഷമല്ല. എന്തേലും അവിടെ പോയി പറഞ്ഞാലോ? അല്ലേ വേണ്ട. ഈ പേരിൻ്റെ പേരിലുള്ള കളിയാക്കൽ അമ്മമാർ തുടരും. മിണ്ടാ നിൽക്കാൻ അതാ നല്ലത്. ഇവന്മാരടുത്ത് പോയി സംസാരിക്കണോ അതോ അപ്പുറത്ത് ഓണത്തിന് പച്ചക്കറികൾ നേരിടുന്ന പ്രശ്നത്തെപ്പറ്റി പച്ചക്കറികളുടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്, അവിടെ പോകണോ? ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവന്മാർ പേരിൻ്റെ അറ്റത്ത് ഫ്ലവർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാം. എന്നാടോ അവിടെ ഒരു ബഹളം? ഒന്നും പറയണ്ടെന്നേ. അവന്മാരെ എന്തുകൊണ്ട് പൂക്കളത്തിൽ നാട്ടുകാർ ഒഴിവാക്കി? എന്താണ് അതിനുള്ള കാരണം? അതൊക്കെ അറിയാനുള്ള ചർച്ച തന്നെ നടക്കുക. ഇവന്മാരൊരു കാര്യം. പക്ഷേ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്ത് പ്രാർത്ഥന? അല്ല, ഇവന്മാരുടെ ഈ പ്രശ്നം ആ ജെൻസി പിള്ളേരൊന്നും കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു. ആ പിള്ളേർ കേട്ടാൽ തന്നെ എന്താകുമെന്നോ? ആ പിള്ളേരെങ്ങാനും ഇവന്മാരുടെ പ്രശ്നം കേട്ട് ഇതിന് സപ്പോർട്ടായിട്ട് വല്ല പ്രതിഷേധമായിട്ട് വന്നാൽ നമ്മുടെയൊക്കെ കാര്യം തീരുമാനത്തിലാവും. അങ്ങനൊക്കെ നടക്കൂ? ചിലപ്പോൾ നടക്കും. ആ പിള്ളേർ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ പ്രതിഷേധിച്ച് ചിലതൊക്കെ നടത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാരിത് കേൾക്കല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലത്തെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താവോ എന്തോ. എന്താകാൻ? അല്ല, ഈ ഏക വന്നു കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഒരു കാണാൻ കിട്ടുമോ എന്തോ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്താലോ? കേരളത്തിലാരെങ്കിലും പൂക്കളം ഇടുവാണെങ്കിൽ വീട്ടിലെ പൂക്കൾ മാത്രം പറിച്ച് പൂക്കളം ഇട്ടാൽ മതി എന്ന്. എങ്ങനെയുണ്ട്? അതൊരു മികച്ച തീരുമാനം തന്നെ. ഞാനേതായാലും പോയി മുഖ്യമന്ത്രി ഒന്ന് കാണാം. നീ വരണ്ട കേട്ടോ. അതന്നെ. അത് ഈ ഇഫ് യു നോ യു നോ. ഞാനേതായാലും ഒന്ന് പോയിട്ട് വരാം. എന്താവോ എന്തോ. അതൊക്കെ പോട്ടെ, എവിടെ വരെ ഓണമൊക്കെ? എല്ലാവരും പൂക്കളമൊക്കെ കിട്ടോ? എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. കൃഷ്, ഞാൻ വന്നു. വന്നോ?